ഇറാനെ തീർത്ത് കളയണം എന്നതാണ് ഇസ്രായേലിലെ പൊതുവികാരം. ഇറാന്റെ ആണവ ശേഖരത്തിന് നേരെ ആക്രമണം നടത്തണം, അതിനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. അതിനുള്ള കെൽപ്പ് ഇസ്രായേലിനുണ്ട്. ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തച്ചുടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിന്റെ വാദം നെതന്യാഹു മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കുമുണ്ട്. ഇസ്രായേൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കേണ്ട സമയമാണിത്. ഭിന്നതയ്ക്ക് പ്രസക്തിയില്ല. ശത്രുക്കളെ ഓരോരുത്തരെയായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ശത്രു ഇറാനാണ്. ഇറാനോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇറാന്റെ അണ്വായുധ ശേഖരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഇസ്രായേലിന് വിനയാകും. അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകരുത് എന്നാണ് ബെനറ്റ് അടക്കമുള്ളവർ ഉയർത്തുന്ന വാദം. എന്നാൽ അമേരിക്ക അതിനെ നഖശിഖാന്തം എതിർക്കുന്നു. അമേരിക്ക പറയുന്നു, ആപത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത്, ഇറാനെ അങ്ങനെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്നു. പക്ഷേ ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ നിഴൽ യുദ്ധം ചെയ്യുമ്പോൾ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തീർത്തു മുന്നേറുന്ന ഇസ്രായേലിന് ഇനി ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടുക മാത്രമാണ് വഴി.